ഇന്ന് ആദ്യം എറണാകുളം കാക്കനാട്ടെ കൂട്ടാത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. CBI അറസ്റ്റ് ഭയന്നാണ് കൂട്ടാത്മഹത്യയെന്നാണ് വിവരം. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ പരീക്ഷാ തട്ടിപ്പ് അഴിമതിയിൽ CBI കേസെടുത്തിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിന് പിന്നാലെയായിരുന്നു നടപടി. കഴിഞ്ഞ 15-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI നോട്ടീസ് നൽകിയിരുന്നു. അതേ ദിവസമാണ് കൂട്ടാത്മഹത്യ നടന്നതെന്നാണ് സംശയിക്കുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ നിന്ന് SS ശരൺ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരൺ, ഇരുവരുടെയും അതായത് ഈ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. CBIയുടെ അറസ്റ്റ് ഭയന്നാണ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് കുടുംബം പോയത് എന്ന ആ ആത്മഹത്യാക്കുറിപ്പിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ദിവ്യ, ഒരു ചെറിയ ആത്മഹത്യക്കുറിപ്പ് മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ആധാരമടക്കമുള്ള എല്ലാ രേഖകളും, ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ രേഖകളും ഇളയ സഹോദരിയെ ഏൽപ്പിക്കണമെന്നുള്ളതാണ്. ഇളയ സഹോദരി ദുബൈയിലാണ്, അവരെ ഏൽപ്പിക്കണമെന്നുള്ള കാര്യം മാത്രമാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. മറിച്ച് എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മരണത്തിൽ പോകാൻ, അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകാൻ തീരുമാനം എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഈ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തത വരുത്തുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെയാണ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കസ്റ്റംസ് GST വിഭാഗം അഡീഷണൽ കമ്മീഷണറായ മനീഷ് വിജയ്, സഹോദരി ശാലിനി, ഒപ്പം അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഒപ്പം തന്നെ അമ്മയെ കിടക്കയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരുന്നത്. ഇതൊരു കൂട്ട ആത്മഹത്യയാണെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് വിശദമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ ഈ സഹോദരിയായ ശാലിനിക്കെതിരെ CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ വർഷം ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്കോട് കൂടി ശാലിനി പാസ്സായിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലെ ക്രമക്കേട് സംബന്ധിച്ച് പുറത്തു വരികയും ഒപ്പം അഴിമതി സംബന്ധിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ സഹോദരി ശാലിനിയെ പ്രതി ചേർത്തിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 15-ാം തീയതി ജാർഖണ്ഡിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ആ ദിവസം തന്നെയാണ് ഈ കൂട്ട ആത്മഹത്യ നടന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ആ ദിവസമാണെന്ന് കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ മൃതദേഹത്തിന്റെ കാലപ്പഴക്കം എത്രയാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സഹോദരിമാരാണ് ഈ അഡീഷണൽ കമ്മീഷണർക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു സഹോദരി ദുബൈയിലാണ് ഉള്ളത്. അവർക്കാണ് ഈ രേഖകളെല്ലാം തന്നെ കൈമാറണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ദുബൈയിലുള്ള സഹോദരി ബന്ധപ്പെടാനുള്ള നീക്കങ്ങൾ പോലീസ് ഇന്നലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ച്, അതായത് ഈ അമ്മയെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ തന്നെ അതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നതാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം പോലീസ് പറയുന്നത് പരിക്കുകൾ ഏറ്റതിൻ്റെ അല്ലെങ്കിൽ മുറിപ്പാടുകളൊന്നും തന്നെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാക്കൂ എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അതായത് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് ഈ CBI അറസ്റ്റ് ഭയന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട്, കഴിഞ്ഞ 15-ാം തീയതി ജാർഖണ്ഡിലെ CBI ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അന്ന് അവിടേക്ക് പോയിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത് ഈ മനീഷ് വിജയ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് തൻ്റെ സഹോദരിക്കെതിരെ ഒരു കേസുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ജാർഖണ്ഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാഴ്ച ലീവ് എടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരാഴ്ച ലീവ് എടുത്തിരുന്നെങ്കിൽ പോലും ജാർഖണ്ഡിലേക്ക് പോയിരുന്നില്ല, മറിച്ച് കാക്കനാട്ടെ ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് പോലീസ് കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIയുടെ അറസ്റ്റ്, ഈ കേസിന് പിന്നാലുള്ള CBIയുടെ അറസ്റ്റ് ഭയന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പോയത് നിഗമനത്തിലേക്ക്